ഗുഡ് ഈവനിങ്, നമസ്കാരം. NTV പ്രൈം ടൈം ഡിസ്കഷനിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇതിനോടൊപ്പം ശ്രീ ഷാബു ക്ലിത്തട്ടിൽ ഹിറ്റ് FM-ന്റെ ന്യൂസ് ഹെഡാണ്. ശ്രീ അനീഷ് സമദ്, കേരള എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ്. ശ്രീ ശ്യാം വിശ്വനാഥ്, VP അക്കാഫ്. സുരേഷ് ഭാസ്കർ, ട്രാവൽ എക്സ്പേർട്ടാണ്. അബുദാബി ഇന്ത്യൻ സോഷ്യൽ സെൻ്ററിൻ്റെ പ്രസിഡന്റ് നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം UAE പ്രവാസി ഇന്ത്യക്കാർ അനുഭവിക്കുന്ന പാസ്പോർട്ട് റിന്യൂവലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. 142 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ പാസ്പോർട്ട് ഉള്ളത് 10 കോടി ജനങ്ങളിൽ താഴെ മാത്രം. ഈ 10 കോടിയിൽ 45 ലക്ഷത്തോളം ആൾക്കാർ താമസിക്കുന്നത് UAE-യിൽ. അതായത് ഇന്ത്യൻ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്ന പാസ്പോർട്ടിൽ ഏകദേശം 5% പാസ്പോർട്ട് ഹോൾഡേഴ്സ് ഉള്ളത് UAE-യിലാണ്. ഇവിടെയാണ് ജൂലൈ 1 മുതൽ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്ന കാര്യത്തിലും പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്ന കാര്യത്തിലും മറ്റുള്ള സേവനങ്ങളിലൊക്കെ തന്നെ അനിശ്ചിതത്വം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കാം. എന്തായിരിക്കും, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സംസാരിച്ചതുപോലെ തന്നെ എന്തെങ്കിലും കച്ചവട താല്പര്യത്തിൻ്റെ ഇരകളായി വീണ്ടും പ്രവാസി ഇന്ത്യക്കാർ മാറുകയാണോ? സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ കച്ചവട താല്പര്യം അവരെ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും കോളിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ് ഇനിയും വരും കാലങ്ങളിൽ ഈ പാസ്പോർട്ട് ഇഷ്യൂവൻസിലും അതിൻ്റെ റിന്യൂവലിലും ഒക്കെ തന്നെ നേരിടുന്ന തടസ്സങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നത്? ഞാനിന്ന് എംബസി കോൺസുലേറ്റ് ഒഫീഷ്യൽസുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് നാളെ എന്തായാലും ഒരു പുതിയ വാർത്തയുണ്ടാകും. എൻ്റെ ചോദ്യം അദ്ദേഹത്തോട് ഇപ്രകാരമായിരുന്നു: ഏതാണ്ട് 1000-ലധികം പാസ്പോർട്ടുകൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്താൽ 800 തൊട്ട് 1000 വരെയാണ് പാസ്പോർട്ട് സേവനങ്ങൾ ഒരു ദിവസം നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് 2.5 ലക്ഷത്തോളം പാസ്പോർട്ടുകൾ ഒരു വർഷം ഇവിടെ ഇഷ്യൂ ചെയ്യപ്പെടുന്നു. ഈ പാസ്പോർട്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിൽ കാലതാമസമുണ്ടായാൽ, പ്രത്യേകിച്ച് ഇപ്പോൾ വെക്കേഷൻ ടൈമാണ്, എങ്ങനെയാണ് ട്രാവൽ ഉറപ്പിക്കാൻ കഴിയുക? ന്യൂ ബോൺ ബേബീസിന് പാസ്പോർട്ട് എങ്ങനെയാണ് കിട്ടാൻ കഴിയുക? ഞാൻ ആദ്യം ഷാബുവിൻ്റെ ഒരു റിസർച്ചിൽ ഈ പ്രശ്നം, ഈ പാസ്പോർട്ട് ഇഷ്യൂവൻസിൽ ഉണ്ടായിരിക്കുന്ന ഈ ഡിലേ എന്തുകൊണ്ടാണ്? ഇപ്പൊ നമുക്ക് അറിയാവുന്നത് പോലെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു സാങ്കേതിക പ്രശ്നമാണ്. കാരണം ഇതുവരെയും BLS-നായിരുന്നു ഈ ഔട്ട്സോഴ്സിങ് ചെയ്ത് നൽകിയിരുന്നത്. അല്ലെങ്കിൽ ഇവിടെ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യാനും പാസ്പോർട്ട് സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയിരുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് BLS ആയിരുന്നു. BLS-ന്റെ കാലാവധി ജൂൺ 30 അവസാനിച്ചു. തുടർന്ന് കേന്ദ്ര സർക്കാർ പുതിയ ടെൻഡർ വിളിച്ച് അൽഹിന്ദ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ പുതുതായി ഏൽപ്പിക്കുകയും ജൂലൈ 1 മുതൽ UAE അടക്കമുള്ള ഇടങ്ങളിലേക്ക് പുതിയ സ്ഥാപനങ്ങൾ വരുന്നു എന്നുള്ളതാണ് നമ്മളൊക്കെ കേട്ടത്. പക്ഷെ ജൂലൈ 1 വന്ന അറിയിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തൽക്കാലം അവർക്കത് ആരംഭിക്കാൻ കഴിയില്ല. കാരണം ആ ടെൻഡർ നടപടികളിൽ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. സാങ്കേതിക പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ടെൻഡർ നടപടികളിൽ പങ്കെടുത്ത മറ്റു ചില കമ്പനികൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. അങ്ങനെ ഡൽഹി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഇതിൽ വാദം പൂർത്തിയാവുകയും കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതിയുടെ വിധി വരികയും ചെയ്തു. ആ വിധി പ്രകാരം അൽഹിന്ദിന് അനുവദിച്ചിട്ടുള്ള ടെൻഡർ പൂർണ്ണമായിട്ടും ക്യാൻസൽ ചെയ്യപ്പെടുന്നു. കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് റീടെൻഡർ ചെയ്യാനാണ്. ഞാനിത് ഇപ്പൊ എല്ലാ മാധ്യമങ്ങളിലും വന്നൊരു വാർത്ത അത് ക്യാൻസൽ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്തു എന്നുള്ളതായിരുന്നു ഞാൻ ഇന്ന് നമ്മുടെ ഹിറ്റ് FM-ന്റെയും ഒരു സ്പെഷ്യൽ ന്യൂസിനകത്ത് അവതരിപ്പിച്ചത്. അത് നമ്മളൊക്കെ അറിയേണ്ട ഒരു കാര്യം കൂടിയാണ്. എന്തുകൊണ്ടാണ് ടെൻഡറിൽ പങ്കെടുത്ത മറ്റു കമ്പനികൾ ഈ പറഞ്ഞ അൽഹിന്ദിനെതിരെ അല്ല ആക്ച്വലി പോയിട്ടുള്ളത്, ഒരു കമ്പനിക്ക് ടെൻഡർ കൊടുക്കാനുള്ള കാരണം എന്ത് എന്ന് അന്വേഷിച്ചപ്പോ ഞങ്ങളെ തഴയപ്പെടാനുള്ള കാരണങ്ങൾ സുതാര്യമല്ല, അത് ന്യായീകരിക്കത്തക്കതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി അത് ശരിവെക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത് നിങ്ങളൊരു കാര്യം ചെയ്യുക, റീടെൻഡർ ചെയ്യുക എന്നുള്ളത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. കാരണം ഒരുപാട് അതിഥികൾ ഉള്ളത് കൊണ്ട് അവരും കൂടി പറഞ്ഞതിന് ശേഷം. പക്ഷേ താങ്കൾ ചോദിച്ച ചോദ്യത്തിന്റെ ഒരു കാര്യം കൂടി പറയട്ടെ. നമുക്കറിയാം, നേരത്തെ BLS ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ, അതായത് ഇത്രയധികം സെന്ററുകളുണ്ട്, ഇത്രയധികം പാസ്പോർട്ട് റിന്യൂവലും അതുപോലെ തന്നെ ഇഷ്യൂവൻസും ഒക്കെ നടത്താൻ വേണ്ടി വളരെ ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കമ്പനി ഉണ്ടായിരുന്ന സമയത്ത് പോലും
അപ്പോയിന്റ്മെന്റ് കിട്ടാനും പാസ്പോർട്ട് ഇഷ്യൂവൻസിന് പോലും സമയമെടുത്തിരുന്ന ഒരു കാലമാണ്, നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതായത് ഔട്ട്സോഴ്സിംഗ് കമ്പനിക്ക് പോലും ഇത്രയധികം പാസ്പോർട്ട് സേവനങ്ങളെ പൂർണ്ണമായും ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ കഴിയാത്തൊരു കാലത്താണ് ഇപ്പോ അത് പൂർണ്ണമായി നിലച്ചിരിക്കുന്നു. കോൺസുലേറ്റും എംബസിയും വഴി മാത്രം പാസ്പോർട്ടും സേവനങ്ങൾ നടത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കാലതാമസത്തെ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേരുടെ ട്രാവലിനെ അത് ബാധിച്ചു. ഒരുപാട് പേരുടെ കുട്ടികൾക്ക് പുതുതായിട്ട് പാസ്പോർട്ട് എടുക്കാൻ സാധിക്കാതെ വന്ന ബുദ്ധിമുട്ടുകളുണ്ട്. എത്രയോ പേരുടെ കേസ് നമുക്ക് തന്നെ നേരിട്ട് അറിയാൻ പറ്റുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ഇനിയിപ്പോ കേന്ദ്ര സർക്കാർ ഇടപെട്ട് പുതിയൊരു ടെൻഡർ വിളിച്ച് പുതിയ കമ്പനികളെ ബിഡിന് ക്ഷണിച്ച് അവരിൽ ആരെങ്കിലും ഒരാളെ ഇതിന് അപ്രൂവൽ കൊടുത്ത് അവര് സെന്ററുകൾ തുടങ്ങി വരുമ്പോഴേക്കും എത്ര സമയമെടുക്കുന്നു ആലോചിച്ച് നോക്കുക. അപ്പോ ആക്ച്വലി നമ്മൾ എപ്പോഴും പറയുന്നത് ഷാബു, പോലെ വേറൊരു ലീഗൽ ഇഷ്യൂ കൂടി ഇവിടെ ഉണ്ട്. ഒരു പക്ഷെങ്കിൽ ആ ഈ വിധിക്കെതിരെ, ഇത് ഡൽഹി ഹൈക്കോടതിയുടെ വിധിയാണ്, ഈ വിധിക്കെതിരെ അതെ ഒരു അപ്പീൽ പോകാം, അല്ലെങ്കിൽ അതിന്റെ മുകളിലത്തെ തീർച്ചയായിട്ടും കോർട്ടിലേക്ക് പോകാം. അങ്ങനെ അനന്തമായി നീളുന്ന ഒരു നിയമ പ്രക്രിയയിലേക്ക് ഒരു പക്ഷെങ്കിൽ ഈ കേസുകൾ തുറന്നെടുപ്പെടുകയാണോ? ഉറപ്പായിട്ടും അങ്ങനെ. അതാ ഞാൻ പറഞ്ഞ, ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ പുതിയ റീടെൻഡറിനെ വിളിച്ചാൽ പോലും അതിനെടുക്കുന്ന കാലതാമസം, അതല്ലെങ്കിൽ അൽഹിന്ദ് ഇതിനെതിരെയായിട്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന താമസം. അപ്പൊ ഇതിന് പരിഹാരം ഉണ്ടാക്കുക എന്ന് പറയുന്നത്, ഇപ്പൊ ഞാനൊന്ന് രാവിലെ പറഞ്ഞതുപോലെ നമുക്ക് അസോസിയേഷനുകളുണ്ട്. ഇപ്പം അബുദാബിയിലാണെങ്കിലും ഷാർജയിലാണെങ്കിലും ഒക്കെ അഫിലിയേറ്റഡ് അസോസിയേഷനുകളുണ്ട്. ഈ അസോസിയേഷനുകളുമായി സഹകരിച്ചുകൊണ്ട് വളരെ വേഗം തന്നെ എംബസിയും കോൺസുലേറ്റും ചെയ്യേണ്ട ഒരു കാര്യം, ഈ കോൺസുലർ സേവനം ചെയ്യുന്നത് പോലെ തന്നെ പാസ്പോർട്ട് സേവനങ്ങൾക്ക് കുറെ കൂടി സമയവും കുറെ കൂടി സെന്ററുകളും അനുവദിക്കുക എന്നുള്ളതാണ്. ഇത് മറ്റൊരു ഏതെങ്കിലും ഒരു കമ്പനി വരുന്നത് വരെ കാത്തിരിക്കാതെ, ഞാനിപ്പോ എന്റെ കയ്യില് കോൺസുലറിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഒരു പ്രസ് റിലീസ് വന്നിട്ടുണ്ട്. ആ പ്രസ് റിലീസ് പറയുന്നത് ബർദുബായ് ഏരിയയിൽ റോഡ് പണി നടക്കുന്നത് കാരണം നാളെയും മറ്റന്നാളും ഒന്നും ഇനിയിപ്പോ അങ്ങോട്ടേക്ക് പാസ്പോർട്ട് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ചെല്ലണ്ടെന്നാ. അപ്പോ അതായത് ഇതുപോലുള്ള പല പല തടസ്സങ്ങളും ഉണ്ട്. അപ്പൊ നാളെ അപ്പോയിന്റ്മെന്റ് കിട്ടിയിരിക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ നാളെ പോകാമെന്ന് കരുതിയിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇവരെയൊക്കെ സംബന്ധിച്ച് സാറ്റർഡേയും ഇനിയിപ്പോ മൺഡേയിൽ മാത്രമേ എങ്ങോട്ടേക്ക് പോകാൻ സാധിക്കൂ എന്നുള്ളത്. അപ്പൊ 2 ദിവസം മാറി കിട്ടി. ഓൾറെഡി അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുള്ള ആൾക്കാർ എന്താ ചെയ്യുക? സാറ്റർഡേ ആണ് അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുള്ളവർ എന്താ ചെയ്യാൻ പറ്റുക? ഇനി അവർക്ക് മൺഡേ പറ്റൂ. അപ്പൊ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ, ഓരോരോ കാലതാമസം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പ്രവാസികളെ വല്ലാതെ ബാധിക്കുന്നു എന്നാണ് ആദ്യത്തെ ഒരു ഇൻട്രോ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ഷാബു, നമ്മളോടൊപ്പം ഇപ്പോൾ ശ്രീ ബൈജു, ISC അബുദാബിയുടെ പ്രസിഡന്റ് ജോയിൻ ചെയ്യുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. ഓക്കെ, ഈ പാസ്പോർട്ട് ഇഷ്യൂൻസുമായി ബന്ധപ്പെട്ട നിയമ തടസ്സങ്ങളും അതുമായി ബന്ധപ്പെട്ട ഡിലേയും ഒക്കെ തന്നെ അങ്ങയുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ കേൾക്കാമോ ഇപ്പോ? അബുദാബിയിൽ എംബസിയുമായി അങ്ങ് ബന്ധപ്പെട്ടപ്പോൾ ഏതെങ്കിലും ഈ തരത്തിലുള്ള കാലതാമസം നേരിടുന്നതിന് എന്തെങ്കിലും പുതിയതായി ഒരു ക്രമീകരണം എംബസി ചെയ്തതായി അങ്ങേക്ക് അറിയാമോ? ഈ പാസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ അൽഹിന്ദുമായിട്ടുള്ള ആ ഒരു കോൺട്രാക്ട് വരുന്നു, അൽഹിന്ദിന്റെ ഫെസിലിറ്റീസ് ഓപ്പൺ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നോട്ടിഫിക്കേഷൻ പൊതുവെ സ്വാഭാവികമായിട്ടും എംബസി നമ്മൾ നോട്ടിഫൈ ചെയ്യാറുണ്ട്. അതിന്റെ സേവനങ്ങൾ, BLSന്റെ സേവനങ്ങൾ അവസാനിക്കുന്നു, അൽഹിന്ദിന്റെ സേവനങ്ങൾ 1-ാം തീയതി മുതൽ തുടങ്ങുന്നൊക്കെ പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ സമയാസമയത്ത് എംബസിയായിട്ട് നമ്മൾ കിട്ടാറുണ്ട്. കാരണം ആ ഒരു റിലേഷൻസ് ഇപ്പോഴും നമ്മൾ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ ഈ എംബസിയായിട്ട് ബന്ധപ്പെട്ട് നമ്മളിവിടെ ചെയ്തു വരുന്ന എല്ലാ സഹകരണങ്ങളും വളരെ വളരെ കാര്യമായിട്ട് തന്നെയാണ് അവരത് കൺസിഡർ ചെയ്തിട്ടുള്ളത്. എന്ത് കാര്യങ്ങൾ വന്നാലും ISC ആയിട്ട് അവർ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു അവസ്ഥയിൽ ആദ്യം നമ്മൾക്ക് ചെയ്യേണ്ടതായിട്ട് വന്നത്, നമ്മൾ ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്തതും ഈ ഒരു കാലതാമസത്തിന്റെ ഇടയ്ക്ക് വന്നൊരു 2-3 ദിവസത്തെ ഗ്യാപ്പ് വരും ആ ട്രാൻസിഷൻ പീരീഡിലായിട്ട്. അപ്പോഴത്തേക്ക് നമുക്കൊരു സപ്പോർട്ട് വേണമെന്ന് റിക്വസ്റ്റ് ചെയ്ത് എംബസി, നമ്മൾ ഇവിടുന്ന് ഓൾറെഡി ഒരു സപ്പോർട്ടും, അതുപോലെ തന്നെ അവിടെ എംബസിയിൽ ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ പാസ്പോർട്ടിന്റെ റിന്യൂവലുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് വോളണ്ടിയർ, അതുപോലെ തന്നെ കുറെ അഡ്വൈസറി കൊടുക്കാനായിട്ടുള്ള കുറച്ച് പേര് വേണമെന്ന് പറഞ്ഞ് അത് ഇമീഡിയറ്റ് ആയിട്ട് നമ്മൾ അത് ആക്ഷൻ എടുക്കുകയും അപ്പോൾ തന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻ കൊടുത്തതാണ്. ഇറ്റ് ക്യാൻ നോട്ട് ബി, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇത് തീരുമെന്ന് വിചാരിക്കുന്നില്ല എന്ന് അംബാസഡറും ഫസ്റ്റ് സെക്രട്ടറിയുമായിട്ട് നമ്മൾ സംസാരിച്ചതാണ്. പക്ഷെ അവർ പറഞ്ഞത് ചാൻസ് കുറവാണ്, ഞങ്ങൾക്ക് അതിനുള്ള ഓർഡർ കയ്യിലുണ്ട്, ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ഇംപ്ലിമെന്റേഷൻ എന്ന് മാത്രമാണ് അന്നവർക്ക് നമുക്ക് കിട്ടിയത് ഒരു വിവരം.
അപ്പോൾ അന്നേരം നമ്മൾ കോടതി പറഞ്ഞൊരു വിധിക്ക് കാര്യം, ശേഷം, ഈ കോടതി വിധി വന്നതിന് ശേഷം കൗൺസിലേറ്റ് എംബസിയിൽ നിന്ന് ഞാൻ എന്തെങ്കിലും ഒരു ഞാൻ വിവരം പറഞ്ഞു കിട്ടിയോ? വരുന്നത് അതിന്റെ പ്രൊസീജിയറാണ്. എവറി ഡേ ആൻഡ് എവറി അവർ നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. നമ്മൾ ഓൾറെഡി നമ്മൾ എംബസി ആയിട്ടൊരു സഹകരണം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. നിങ്ങൾ നേരത്തെ പറഞ്ഞ സാബു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷാർജയിലും അലൈനിലും എല്ലാം പാസ്പോർട്ടിന്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ, അറ്റസ്റ്റേഷനും കൗൺസിലേറ്റിന് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരു എക്സ്റ്റൻഷൻ നടക്കുന്നുണ്ട്. അത് പണ്ട് ചെയ്തിരുന്നു. അത് ASCയിലും പണ്ട് നമ്മൾ അതിനുള്ള പ്രൊവിഷൻ കൊടുത്തിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരാത്ത ഒരവസ്ഥയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ ഈ ഓപ്പൺ ഹൗസ് മുതലായ കാര്യങ്ങൾ ISCയുമായിട്ട് ബന്ധപ്പെട്ട് നടത്താം. കുറച്ചുകൂടി ജനങ്ങൾക്കൊരു സൗകര്യം ഉണ്ടാവും. തന്നെയല്ല, എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ത്യ സോഷ്യൽ കൾച്ചർ സെന്റർ റെപ്രസെന്റിങ് ദി എൻറ്റയർ കമ്മ്യൂണിറ്റി, ഇന്ത്യൻ കമ്മ്യൂണിറ്റി, അതായത് റീജിയണലോ അല്ല, ഇത് ഇന്ത്യൻ അസോസിയേഷൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു ലെഗസി വെച്ചിട്ടാണ് നമ്മൾ ആ റിക്വസ്റ്റ് ഫോർവേഡ് ചെയ്തത്. അവർ പറഞ്ഞു ഡെഫിനറ്റ്ലി നമുക്ക് അത് കോപ്പറേറ്റ് ചെയ്യാം. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ 3 ദിവസം കഴിഞ്ഞപ്പോൾ അവർ താൽക്കാലികമായിട്ട് ഇതിന്റെ ആ ഒരു ഓപ്പൺ അപ്ലിക്കേഷൻസ് അവർ നിർത്തി. പിന്നെ ഓൺലൈനിൽ അപ്പോയിന്റ്മെന്റ് എടുത്തവരെ മാത്രമേ അവർ ക്ഷണിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് വന്നപ്പം അവിടെ ആ ഫുട്ഫാൾ കുറഞ്ഞു. അതായത് അവിടെ 1000 പേര് വരുന്നതിന് പകരം 200-300 പേരായിട്ട് അവിടെ ചുരുങ്ങി. പക്ഷെ അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ സിറ്റുവേഷനിൽ അത് എത്രമാത്രം നീണ്ടു പോകുമെന്ന് ഇപ്പൊ പ്രയോജനാതീതമായിട്ട് നിൽക്കുവാണ്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ എന്ത് സപ്പോർട്ടാണ് വേണ്ടത് എന്ന് നമ്മൾ അവിടെ ചോദിച്ചിട്ടുണ്ട്. വി ആർ റെഡി ടു പ്രൊവൈഡ് അത് കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരുടെ സർവീസ് അവർ ഇവിടെ ചെന്ന് ചെയ്യണം. നമുക്ക് അവരുടെ സർവീസ് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും. ഞാൻ സുരേഷിലേക്ക് വരാം. സുരേഷ് ട്രാവൽ എക്സ്പേർട്ടാണ്. ഈ പാസ്പോർട്ടിന്റെ ഈ നിയമക്കുരുക്കും ഈ ഡിലേയും വന്നതിന് ശേഷം യാത്ര ചെയ്യാനുള്ള ആൾക്കാരുടെ, ഇന്ത്യക്കാരുടെ എണ്ണത്തിലും അവരോട് സംവേദിക്കുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് മനസ്സിലായിട്ടുള്ളത്? പറഞ്ഞോളൂ. ഓക്കെ. യാത്രാ സംബന്ധമായി ഇവിടുന്ന് പുറത്തു പോകുന്ന ഇപ്പൊ ഏറ്റവും പീക്ക് ടൈമുള്ള സമയത്ത് ഈ പാസ്പോർട്ട് വാലിഡിറ്റി കഴിഞ്ഞാലും ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് ഇന്ത്യയിലേക്ക് പോകണമെങ്കിലും പാസ്പോർട്ടിന്റെ കാലാവധി കഴിഞ്ഞാലും നമ്മുടെ നാട്ടിലേക്ക് പോകാൻ പറ്റില്ല. പാസ്പോർട്ട് പുതിയതെടുക്കണം. കാരണം ഇങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷനിലും പുതിയ ഒരുപാട് പ്രശ്നങ്ങൾ, 100 കണക്കിന് ആൾക്കാർ എയർപോർട്ടിൽ പല ഭാഗത്തും ഫേസ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ നമ്മൾക്ക് ഒറ്റയടിക്ക് കൗൺസിലേറ്റിനെ ബ്ലെയിം ചെയ്യാനോ മറ്റോ പറ്റില്ല. കാരണം കൗൺസിലേറ്റ് അൽഹിന്ദ് എന്ന ട്രാവൽ ഏജൻസിക്ക് ഈ കോൺട്രാക്ട് കൊടുക്കുന്ന സമയത്ത് അവര് 300 കണക്കിന് ആൾക്കാരെ, സ്റ്റാഫിനെ റിക്രൂട്ട്മെന്റ് ചെയ്യുകയും BLS-നെക്കാട്ടിലും 30% ഓഫീസും 5-7 ഓഫീസ് അവർ കൂടുതൽ കൊടുക്കുകയും എല്ലാ ട്രെയിൻഡായ സ്റ്റാഫിനെ വെക്കുകയും ജൂലൈ 1-ന് അവരെല്ലാം ഫുൾ ഫ്ലെഡ്ജഡ് തുടങ്ങാനിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ട് ഈ കോർട്ടും കേസും മറ്റുള്ള ഫയൽ ചെയ്തത്. അതുകൊണ്ടാണ് ഇത്രയും ഹെൽപ്പ് ആയിരിക്കുന്നത്. പക്ഷേ ഒരു ദിവസം മിനിമം 1500-ന് മേലെ കൗൺസിലേറ്റ് പാസ്പോർട്ടും അബുദാബിയിൽ 500, അപ്രോക്സിമേറ്റ് 2000 പാസ്പോർട്ട് ഒരു ദിവസം ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കൗൺസിലേറ്റ് ചെയ്യേണ്ടത് ഇന്ത്യൻ അസോസിയേഷനെ പോലുള്ള സോഷ്യൽ സെന്റർ അബുദാബിയുള്ള പോലെ ഒരു അദാലത്ത് വെച്ചിട്ട് എമർജൻസി പാസ്പോർട്ട് ഹാൻഡിൽ ചെയ്യാൻ പെട്ടെന്ന് സ്റ്റാഫിനെ നിയോഗിക്കുകയല്ലാതെ ഇതിനൊരു മാർഗമില്ല. കാരണം ഓരോരുത്തരും പല കാര്യങ്ങൾക്കും ഈ വെക്കേഷൻ സമയത്ത് 5 ദിവസത്തേക്കും 10 ദിവസത്തേക്കും പോകുന്ന ആൾക്കാർ കൂടി ഹെൽഡപ്പായി കിടക്കുന്നുണ്ട്. അവരുടെ വെക്കേഷനെ ബാധിക്കുന്നുണ്ട്. എയർ ഫെയർ ഏറ്റവും പീക്ക് ടൈമിൽ നിൽക്കുന്ന ഈ സമയത്ത് അതുകൂടെ വകവെക്കാതെയാണ് അവർ ഈ ലീവുള്ള സമയത്ത് സ്കൂൾ സ്റ്റാഫും ടീച്ചിങ് സ്റ്റാഫും പോകുന്ന സമയമാണ്. ഈ സമയത്ത് ഇങ്ങനെ ഒരു പാസ്പോർട്ട് റിന്യൂവൽ ചെയ്യാതെ യാത്ര ചെയ്യാൻ പറ്റാത്തത് വളരെ ബുദ്ധിമുട്ടിലാക്കുന്ന സമയം. പിന്നെ രണ്ടാമത്, ഈ പറഞ്ഞ പോലെ അദാലത്തല്ലാതെ മാർഗമില്ല. കാരണം പാസ്പോർട്ട് എത്രത്തോളം വേഗത്തിൽ കൗൺസിലേറ്റ് മറ്റുള്ള അസോസിയേഷനെയോ ബന്ധപ്പെടുത്തിയിട്ട് ഈ പാസ്പോർട്ട് റിന്യൂവൽ അക്സെപ്റ്റ് ചെയ്യും. പാസ്പോർട്ട് പുതിയത് കൊടുക്കുന്നതോ റിന്യൂവൽ ചെയ്യുന്നതോ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ പറയാൻ പറ്റില്ല. കാരണം അത് കുറെ സെക്യൂരിറ്റി കാര്യങ്ങളുണ്ട്. പെട്ടെന്നൊരു അസോസിയേഷനെ ബന്ധപ്പെടുത്തി പാസ്പോർട്ട് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സ്വീകരിക്കാം എന്ന് പറയാൻ പറ്റില്ല. അതിൽ ഒരുപാട് സെക്യൂരിറ്റി മെഷേഴ്സ് ഉണ്ട്. ഇപ്പോൾ അസോസിയേഷൻ ചെയ്യുന്നതും മറ്റെല്ലാം അറ്റൻഷൻ സർവീസസ് മാത്രമാണ്. ഇതിന് ഉടനടി പ്രതിവിധി എന്ന് പറയുന്നത് കൗൺസിലേറ്റ് സ്റ്റാഫ് വന്നിട്ട് ഈ അദാലത്ത് പോലുള്ള എമർജൻസി സർവീസസ് പോലെ ഓരോ എമിറേറ്റ്സിലെയും സ്റ്റാഫിനെ നിർത്തിയിട്ട് അവരുടെ കോർപ്പറേഷനിൽ പാസ്പോർട്ട് അപ്ലിക്കേഷൻ റിസീവ് ചെയ്യാതെ
അല്ലെങ്കിൽ ഈ ഓരോ ദിവസം 2000 അപ്ലിക്കേഷൻ വെച്ചിട്ട് ഇപ്പൊ ഒരു മിനിമം ഒരു 2 വീക്സ് വെച്ചിട്ട് മോർ ദാൻ 30,000 അപ്ലിക്കേഷൻ പെൻഡിങ് കിടക്കുന്നുണ്ട്. അതിന് പുറമെ തീർച്ചയായിട്ടും ഞാൻ ഇലക്ട്രൽ തിരിച്ചു വരാം സുരേഷ്, ഞാൻ തിരിച്ചു വരാം. ശ്രീ അനീഷ് സമദ്, മാധുക്കുട്ടി ഒരു മിനിറ്റ് ആ, ഞാനിത് ഇപ്പം അദ്ദേഹം പറഞ്ഞതിന് ഒരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞിട്ട്, കാരണം എനിക്ക് ഐ ടു ഗോ ഫോർ അനദർ മീറ്റിംഗ്, പീപ്പിൾ ആർ വെയിറ്റിംഗ്. അപ്പം ഇത് ഈ പറഞ്ഞ കറക്റ്റ് സൊല്യൂഷനാണ് നമ്മളിപ്പം എംബസി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് താൽക്കാലികമായിട്ടൊരു ഒരു ഒരു അറേഞ്ച്മെന്റ് ഇവിടെ ചെയ്യാനായിട്ട് നമ്മൾ അവർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ റെഡിയാണ്. പക്ഷെ പ്രൊവൈഡഡ് ഈ പറഞ്ഞ പോലെയുള്ള പ്രൊസീജിയർ ചെയ്യേണ്ടത് എംബസി സ്റ്റാഫാണ്. അപ്പൊ എംബസി സ്റ്റാഫ് ഇവിടെ നമ്മുടെ ഈ ഫെസിലിറ്റീസ് യൂസ് ചെയ്തുകൊണ്ട് അതിനൊരു എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിൽ ഈ സെന്ററിനെ ഉപയോഗിച്ച്, അത് ഇവിടെ അബുദാബിയിലാണെങ്കിലും അലൈനിലാണെങ്കിലും ദുബായിലാണെങ്കിലും അങ്ങനെയുള്ള സെന്റർ യൂസ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ വൈഡർ വേയിൽ ഈ കെട്ടിക്കിടക്കുന്ന ഇത്രയും ആപ്ലിക്കേഷൻസ്, അതായത് നമ്മുടെ കമ്മ്യൂണിറ്റി ആൾക്കാരുടെ പ്രശ്നങ്ങൾ പെട്ടെന്ന് ഈ ഒരു ഹെൽഡപ്പ് ബന്ധപ്പെടാതെ അത് കൂടുതലായിട്ട് അത് അഫക്റ്റ് ചെയ്യാതെ അതിനെ ഒന്ന് സ്മൂത്ത് ആയിട്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള രീതിയാണ് നമ്മൾ പറഞ്ഞത്. നമുക്കിപ്പം ഇന്ത്യൻ സോഷ്യൽ സെന്ററിന്റെ ആൾക്കും പാസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ സ്റ്റാഫ് തന്നെ വരണം, അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയറും സെക്യൂരിറ്റി മാറ്റേഴ്സും എല്ലാം അത് കംപ്ലൈ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അപ്പം അത് നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. ഇനി അത് എംബസി ആ ഒരു തീരുമാനത്തിലേക്ക് വരണം, അതുപോലെ തന്നെ കൗൺസിലിന്റെ തീരുമാനത്തിലേക്ക് വരുമെന്ന് വിചാരിക്കുന്നു. അതെപ്പോഴും സോഷ്യൽ സെന്റർ പോലെയുള്ള എല്ലാ അസോസിയേഷനും അതിനകത്തൊരു നോ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇറ്റ്സ് അവർ ഡ്യൂട്ടി ടു സെർവ് അവർ കമ്മ്യൂണിറ്റി മാക്സിമം. അപ്പൊ ഇതാണ് നമ്മൾ ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്തേക്കണേ. അതിലപ്പുറത്തേക്ക് നമുക്ക് ശ്രീ ബൈജു, നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം അവർ തിരിച്ചു വന്ന് അത്തരത്തിലൊരു സമീപനം എടുക്കുമെന്ന് നമുക്ക് ഇപ്പൊ പ്രതീക്ഷിക്കാം. ഈ ഒരു സൊല്യൂഷൻ ഇപ്പൊ അതേ ഉള്ളൂ ഇപ്പൊ താൽക്കാലികമായിട്ട്. വേറെ നമ്മൾ ഈ ഇതിന്റെ കേസും കാര്യങ്ങളെ പറ്റി നമ്മൾ ഒന്നും പറയാൻ നമുക്കുള്ള അധികാരവുമില്ല. കാരണം അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും അത് കൗൺസിലേറ്റുമായിട്ട് തീർത്ത് കോടതിയുമായിട്ട് പോകുന്ന കാര്യങ്ങളാണ്. അത് എന്താണ് ശരി എന്താണ് തെറ്റെന്നൊന്നും നമുക്ക് പറയാനുള്ള ഒരു അധികാരിയുമായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് അവരുടെ കാര്യങ്ങളാണ്. അത് വരുന്ന പോലെ നടക്കും. അതുവരെയുള്ള ആ ഒരു സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ടത് ഒരു എമർജൻസി ക്രൈസിസ് പക്ഷെ എന്നുള്ള രീതിയിൽ നമുക്കൊക്കെ ഇതിന്റെ വിക്ടിംസ് എന്നുള്ള നിലയിൽ നമുക്കൊന്നും പറയാൻ കഴിയില്ലേ? കുറച്ചുകൂടെ ശ്രദ്ധ വേണമായിരുന്നു. അത് നമുക്ക് പൊതുവെ അത് അങ്ങനെയാണ് വേണ്ടത്. അത് 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 അണ്ടർസ്റ്റുഡ് ആണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ അതിന്റെ ബാക്കിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഒന്നുകൂടി നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത റൗണ്ടിൽ പോകുമ്പോൾ ഷാബുവിനോട് അത് ചോദിക്കുന്നുണ്ട്. കോടതി വിധി വളരെ വ്യക്തമാണ്, അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നുണ്ട്. എന്തായാലും അങ്ങ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ സന്തോഷം. അബുദാബിയിലുള്ള ഞാൻ വാക്കൂടെ പറഞ്ഞിട്ട് ഒരു വാക്കൂടെ പറഞ്ഞിട്ട് അങ്ങേക്ക് പോവാം. അബുദാബിയിലുള്ള പ്രിയപ്പെട്ടവർ ഈ ചർച്ച കാണുന്നുണ്ടെങ്കിൽ അബുദാബിയിലെ ഈ കൗൺസിൽ സർവീസുമായി ബന്ധപ്പെട്ട പാസ്പോർട്ട് സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇന്ത്യ സോഷ്യൽ സെന്ററിനെ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അവർ എംബസിയുമായിട്ട് നിരന്തര ബന്ധത്തിലാണ്. തീർച്ചയായിട്ടും പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് അങ്ങേക്ക് നന്ദി. തീർച്ചയായിട്ടും ആ ഒരു സർവീസ് നമ്മൾ ഇവിടെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് എംബസിയുടെ ഒരു കൺസേൺ വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഏത് ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ എന്ത് റിക്വസ്റ്റ് നമ്മൾ സ്വീകരിക്കുന്നതാണ്. അതിനോട് നടപടികൾ എംബസിയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ IAC തീർച്ചയായിട്ടും അതിന് വില്ലിംഗ് ആണ്, എപ്പോഴും അതിന് തയ്യാറുമാണ്. ശരി, താങ്ക് യു. സുരേഷ് ഇവിടെ സംസാരിച്ചപ്പോൾ നമ്മൾ ആരും തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്കോ ഈ NTVക്കോ നമ്മുടെ പ്രേക്ഷകർക്കോ ആർക്കും തന്നെ കൗൺസിലേറ്റിനോ എംബസിയോ ഒന്നും ബ്ലെയിം ചെയ്യാൻ യാതൊരു താല്പര്യവുമില്ല, യാതൊരു ഉദ്ദേശവുമില്ല. ഒരു നിമിഷം ബ്ലെയിം ചെയ്യുന്നതല്ല. കാരണം ഇത് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു അസോസിയേഷനെ ഏൽപ്പിച്ചിട്ട് പാസ്പോർട്ട് ഇന്ന് മുതൽ സ്വീകരിക്കാം എന്ന് പറയുന്നതിൽ ഒരുപാട് ടെക്നിക്കാലിറ്റി ആൻഡ് സെക്യൂരിറ്റി മെഷേഴ്സ് ഉണ്ട്. അത് എന്ത് തന്നെയായാലും കൗൺസിലേറ്റും എംബസിയും അത് നോക്കിയിട്ടായിരിക്കും പെട്ടെന്ന് ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഈ പാസ്പോർട്ട് ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നത്. ശ്രീ അനീഷ് സമ്മദ്, അങ്ങ് ഇവിടുത്തെ ഏറ്റവും വലിയ എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റാണ്. ഇന്ത്യൻ അസോസിയേഷൻസ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ ഉണ്ട്, അക്കാഫിൻ്റെ പ്രതിനിധിയുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ സംഘടനകളും ഞങ്ങളെ കേൾക്കുന്നുണ്ട്. ഇന്നലെ ഞങ്ങളുടെ ചർച്ച വേറൊരു വിഷയമായിരുന്നെങ്കിൽ പോലും അതിൻ്റെ ഇൻട്രോയിൽ ഞങ്ങൾ വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത്, ഇതിൻ്റെ നെറ്റിഗ്രിറ്റിയിലേക്ക് ഞങ്ങൾ പോകുന്നില്ല, ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം പറയാം, ഇവിടുത്തെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള മുഴുവൻ സംഘടനകളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്ക് പ്രോപ്പർ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ഈ പാസ്പോർട്ട് സർവീസിന് വേണ്ടി ഈ ആൾക്കാരെ ഉപയോഗിക്കണം, ഈ സംഘടനകളെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. അനീഷ്, നിങ്ങൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഒരാവശ്യം നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ നിങ്ങൾ സഹായിക്കാൻ തയ്യാറാകുമോ, അതോ പ്രൊആക്റ്റീവായിട്ട് ഇന്ത്യൻ കൗൺസിലേറ്റിനെ സമീപിക്കാൻ നിങ്ങൾ തയ്യാറാണോ?
മിസ്റ്റർ മാത്തുക്കുട്ടിയുടെ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുന്നതിന് മുന്നേ UAE-യിലുള്ള എല്ലാ പ്രവാസികളിലും ഈ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് അനുഭവിക്കുന്ന ദുരിതത്തിന് വേറൊരു ചാനലും ഒരു മീഡിയയും ടേക്കപ്പ് ചെയ്തില്ല. അപ്പോൾ ഹിറ്റ് എഫ് എം ചർച്ച UAE-യിലുള്ള എല്ലാ ചെയ്തിരുന്നു. ഷാബു പ്രവാസികളുടെയും പറഞ്ഞല്ലോ രാവിലെ ഹിറ്റ് ചർച്ച ചെയ്തിരുന്നത്. എന്നാലും നാഷണൽ മീഡിയ, ഞാൻ നാട്ടിലുള്ള ഒരു മീഡിയയും എടുത്തിട്ടില്ല, അതിന് വേണ്ട ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. അപ്പൊ ആദ്യം തന്നെ NTVക്ക് അതിനുള്ള അപ്രീസിയേഷൻ തന്നുകൊണ്ട് ഞാൻ അടുത്ത അതിനുള്ള മറുപടിയിലോട്ട് പോകാം. അനീഷ്, ഒരു കാര്യം ഞാൻ പറഞ്ഞോളാം. ഒരു കാര്യം പറഞ്ഞിട്ട് അങ്ങേക്ക് പറഞ്ഞു. നമുക്ക് ഇൻട്രോയിൽ പറഞ്ഞായിരുന്നു, ആകെ 8% താഴെ ആൾക്കാർക്ക് ഇന്ത്യയിൽ പാസ്പോർട്ട് ഉള്ളൂ. മനസ്സിലായില്ലേ? പാസ്പോർട്ടിന് വലിയ കാര്യമല്ല അവിടെ. പാസ്പോർട്ട് ഔട്ട് വലിയ കാര്യമല്ല പറയുന്നത്. പാസ്പോർട്ടുള്ള എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. ഞാനിവിടെ കേര എന്ന് പറയുന്നത് UAE-യിലുള്ള ഒരു സംഘടനയാണ്. അപ്പൊ UAE-യിലുള്ള പ്രവാസികളുടെ കാഴ്ചപ്പാടാണ് ഞാനിവിടെ വ്യക്തമാക്കുന്നത്, ഇന്ത്യക്കാരുടെ അല്ല, മൊത്തം ഇന്ത്യയിലുള്ള ഇന്ത്യക്കാരുടെ അല്ല. എനിവേ, താങ്കൾ പറഞ്ഞതിനകത്തും എനിക്ക് മുന്നേ വന്നവർ പറഞ്ഞ അഭിപ്രായങ്ങളിലോടും ഉള്ള ഒരു ഇത് ഞാൻ പറയാം. ഈ UAE-യിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ വിവിധ സംഘടനകൾ ഇവിടെ ഉണ്ട്. ഈ സംഘടനകളൊക്കെ കാലാകാലങ്ങളായിട്ട് ഓരോ അവസരം വരുമ്പോൾ അതിപ്പം നമ്മുടെ മാതൃരാജ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഈ പോറ്റം രാജ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ സ്കെയിലപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, മുൻകാലങ്ങളിലും എല്ലാ സംഘടനകളും, ഇപ്പൊ കോവിഡ് കാലം എടുത്തു നോക്കിയാൽ തന്നെ നമ്മുടെ പ്രവൃത്തി പരിചയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ എല്ലാ വിധത്തിലും ഈ സാഹചര്യങ്ങളെ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ പ്രയോജനപ്പെടുത്താം അതിനുള്ള ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് കേരള എഞ്ചിനീയറിംഗ് അലൂമിനി സംഘടന മുൻകൈ എടുത്ത് നിൽക്കും. പിന്നെ ഒരു കാര്യം കൂടെ ഇവിടെ സൂചിപ്പിക്കാനുണ്ട്, എല്ലാ സംഘടനകളും അതുപോലുള്ള മറ്റു സംഘടനകളും ഒക്കെ അനുകൂലിച്ച് നിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ത്യൻ എംബസിയോ കൗൺസിലേറ്റിനെയോ കുറ്റം പറയുകയല്ല, പക്ഷെ അക്കൗണ്ടബിലിറ്റി വേണം. അതിപ്പം ഏതൊരു എന്താ പറയാ ഇന്ത്യൻ മിഷൻ ആണെങ്കിലും അക്കൗണ്ടബിലിറ്റി വേണം. ഒരു ട്രാൻസിഷൻ നടക്കുന്ന സമയത്ത് പ്രോപ്പർ ഹാൻഡിങ് ഓവർ എൻഷുർ ചെയ്യേണ്ടത് അത് ആ ബ്യൂറോക്രാറ്റ്സിന്റെ അല്ലെങ്കിൽ ബ്യൂറോക്രസിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഫോറിൻ അഫയേഴ്സ് മിനിസ്ട്രിയുടെയോ എല്ലാവരുടെയും ഒരു ഇതാണ്. ഇപ്പം വിജി പറയുന്നുണ്ടായിരുന്നു നമുക്കതിനെ എതിർക്കാനായിട്ടുള്ള ഒരു ഇതില്ലാന്ന്. ഓക്കെ, എതിർക്കണ്ട. പക്ഷേ നമ്മള് ബാക്കി UAE-യിലാണ് നമ്മൾ താമസിക്കുന്നത്. നമുക്കൊരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഉണ്ട്. നമ്മൾ ആ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് പോകുന്ന ഒരു ഇന്ത്യൻസിന് മാത്രം ക്വാളിറ്റി അവയർനെസ് ഇല്ല. ബാക്കിയുള്ള നാഷണാലിറ്റീസിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പൊ നമ്മളെക്കാളും എത്രയോ താഴെ നിൽക്കുന്ന രാജ്യങ്ങൾ, ഏത് GDP എടുത്ത് നോക്കിയാലും ഏത് ഇതിലെടുത്താലും നോക്കിയാലും ഇവിടുത്തെ ബ്ലൂ കോളർ ജോബ് കൂടുതൽ ചെയ്യുന്ന നാഷണാലിറ്റീസിനെ നോക്കിയാൽ പോലും അവർക്ക് കിട്ടുന്ന സർവീസും ഇന്ത്യൻസിന് നമ്മുടെ മിഷൻസിൽ നിന്ന് കിട്ടുന്ന സർവീസും, ഞാൻ ഇവരൊക്കെ ആയിട്ട് വളരെ അടുത്ത് ഇപ്പം കൗൺസിൽ ജനറലായിട്ടും ഇന്ത്യൻ കൗൺസിലായിട്ടൊക്കെ അടുത്ത് പ്രവർത്തിച്ചു വരുന്ന ആളാണ്. അപ്പൊ നമുക്ക് നമ്മുടെ സംഘടനയെ അതേപോലെ പ്രവർത്തിച്ചു വരുന്നതാണ്. നമ്മൾ കുറെ കൂടെ സ്കെയിലപ്പ് ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായം എന്റെ ഭാഗത്തുനിന്ന്. കേര ഇത്തരം കാര്യങ്ങളിൽ കൗൺസിലേറ്റിൽ നിന്നൊരു സമീപനം ഉണ്ടായാൽ സഹായിക്കാൻ തയ്യാറാണ്. ഷാബു, നമ്മൾ ഈ ടെൻഡറിന്റെ കാര്യം കേട്ടു, കോടതി വിധിയും നമ്മൾ കേട്ടു. ടെൻഡറിന്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ഒക്കെ ശ്രദ്ധ വേണം എന്ന് തന്നെയായിരുന്നു കോടതി വിധിയിലുള്ളത്, അല്ലേ? അല്ല, ഉറപ്പായിട്ടും. ഈ എന്താണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 44 പേജുള്ള വിധിന്യായമാണ് ഡൽഹി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചത്. അതില് 2 പ്രധാനപ്പെട്ട കക്ഷികളാണ് പെറ്റീഷനുമായി കോടതിയെ സമീപിച്ചത്. ആ 2 കമ്പനികൾ ഏതൊക്കെയാണെന്ന് അറിയാൻ ഞാൻ ഇതിന് പേര് പറയേണ്ട കാര്യമില്ല. ടെൻഡറിൽ പങ്കെടുത്ത 2 കമ്പനികളാണ്. അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇത് UAE-യുടെ ഇഷ്യൂ മാത്രമല്ല. ഓൾറെഡി മറ്റു പലയിടം, ഇപ്പൊ ഓസ്ട്രേലിയ അടക്കമുള്ള മിഷനുകളിലും ഇതുപോലെ പാസ്പോർട്ടിന് ഔട്ട്സോഴ്സിംഗ് ചെയ്യുന്ന സ്ഥാപനത്തിന് ടെൻഡർ കൊടുത്തതിൽ നിന്ന് മാറി നിൽക്കാൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇത് UAE-യുടെ മാത്രം ഇഷ്യൂ അല്ല എന്നുള്ളത് ആദ്യമേ പറഞ്ഞോട്ടെ. ഇവിടെ UAE-ക്ക് അൽഹിന്ദ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിനെയാണ് അത് ഏൽപ്പിച്ചത്. അൽഹിന്ദ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് എങ്ങനെ ടെൻഡർ കിട്ടി എന്നുള്ളതായിരുന്നു ടെൻഡറിൽ പങ്കെടുത്ത 2 കമ്പനികൾ കോടതിയെ സമീപിച്ചുകൊണ്ട് ചോദിച്ചത്. കോടതിയോട് അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഈ ടെൻഡറിൽ ഒരു ട്രാൻസ്പെറൻസി ഉണ്ടായിരുന്നില്ല. അതായത് ഈ ഒരു കമ്പനിക്ക് ടെൻഡർ കൊടുക്കുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച മാനദണ്ഡത്തിനകത്ത് ഒരു ട്രാൻസ്പെറൻസി ഉണ്ടായിരുന്നില്ല. ഇതിനൊരു വാല്യുവേഷൻ നടത്തും. അതായത് ഒരുപക്ഷെ ഇപ്പം എഞ്ചിനീയറിംഗ് അസോസിയേഷന്റെ പ്രസിഡന്റ് ഉണ്ട്,
അതുപോലെ തന്നെ അബുദാബി ഇന്ത്യൻ അസോസിയേഷന്റെ ബന്ധപ്പെട്ടവരുണ്ട്. അപ്പം ഇവർക്കൊക്കെ അറിയാൻ പറ്റുന്നതാണ്, നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു ടെൻഡറിനെ സമീപിക്കുന്ന സമയത്ത് അവരൊരു ക്രൈറ്റീരിയ വെക്കും, ഒരു 4-5 ഘടകങ്ങൾ പ്രധാനമായിട്ടും പറയും. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ പറഞ്ഞത് നിങ്ങളൊരു സ്ഥാപനം നടത്താൻ പോവാണ്. അപ്പൊ ആ സ്ഥാപനം പല പല സെന്ററുകളാണ്. ഇപ്പൊ അബുദാബിയില്, ദുബായില്, ഷാർജയില്, അലൈനില് ഒക്കെ ആയിരിക്കും നിങ്ങളുടെ സെന്ററുകൾ ഉണ്ടാവാൻ പോകുന്നത്. അപ്പൊ ആ സെന്ററിൽ നിങ്ങൾ കൊടുക്കാൻ പോകുന്ന പാർക്കിംഗ് എത്രയാണ്? പാർക്കിങ്ങിന് ഇത്ര മാർക്കാണ്, മിനിമം മാർക്ക് 6 മാർക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഓരോ സ്ഥാപനവും പറയണം ഞങ്ങൾ ഏത് സ്ഥലത്താണ് ഇത് സ്ഥാപിക്കുന്നത്, ആ സ്ഥലത്ത് എത്ര പാർക്കിംഗ് അനുവദിക്കാനുള്ള ഫെസിലിറ്റി ഞങ്ങൾ കൊടുക്കും. അപ്പോ ഈ പറഞ്ഞ പോലെ 4-5 സ്ഥാപനങ്ങൾ ആ ബിഡിൽ പങ്കെടുക്കുകയാണ്, ടെൻഡറിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഓരോരുത്തരും പ്രൊവൈഡ് ചെയ്യാൻ പോകുന്ന സെന്ററിന്റെ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാകും, പാർക്കിംഗ് എത്ര ഉണ്ടാകും എന്നുള്ളതൊക്കെ. അപ്പൊ ഈ പെറ്റീഷൻ കൊടുത്തിരിക്കുന്ന 2 കമ്പനികളും പറയുന്നത് ഞങ്ങൾ ഓൾറെഡി ഈ പറഞ്ഞ ലൈസൻസ് അനുവദിച്ചിരിക്കുന്ന കമ്പനി മുന്നോട്ട് വെച്ച സബ്മിഷനിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പാർക്കിംഗ് ഫെസിലിറ്റി ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ഞങ്ങൾക്ക് അതിൽ 3.5 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. ഞങ്ങളെക്കാൾ കുറച്ച് പാർക്കിംഗ് കൊടുക്കാമെന്ന് പറഞ്ഞ കമ്പനിക്ക് 5 മാർക്ക് കിട്ടി. എന്താണ് അവിടുത്തെ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഫെസിലിറ്റി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അതായത് റിസപ്ഷൻ, ഇനി സബ്മിഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇതിനു വേണ്ടിയിട്ടുള്ള എത്രമാത്രം സ്റ്റാഫിനെ നിയോഗിക്കും, ഇനി ഇത് ഈ പുതിയ കാലത്ത് ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ടോ, ഒരു കസ്റ്റമറെ നിങ്ങൾ എത്ര നേരമായിരിക്കും നിങ്ങൾ സർവീസ് ചെയ്യാൻ എടുക്കുന്ന സമയം, ഇതെല്ലാം അതിനകത്തുള്ള ഒരു ക്രൈറ്റീരിയ ആയിരുന്നു. പറഞ്ഞു വന്നത്, ഇങ്ങനെ 5-6 ഘടകങ്ങൾ ഉള്ളതിൽ ഈ പെറ്റീഷൻ സമർപ്പിച്ച കമ്പനികൾ പറഞ്ഞത് ഞങ്ങൾ മുന്നോട്ട് വച്ച ഏറ്റവും നല്ല ഫെസിലിറ്റികൾക്ക് കിട്ടിയ മാർക്ക് അത്രയും ഫെസിലിറ്റി പോലും ഇല്ലാത്ത കമ്പനിക്ക് അതിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടി. അപ്പൊ അതിനകത്തൊരു ട്രാൻസ്പെറൻസി പ്രശ്നമില്ലേ എന്നാണ് കോടതിയോട് ചോദിച്ചത്. അവർ കൃത്യമായിട്ട് തന്നെ ടെൻഡറിന്റെ ഡീറ്റെയിൽസ് സഹിതം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അങ്ങനെയാണ് കോടതി അവസാനം പറഞ്ഞത് ഇതിൽ ട്രാൻസ്പെറൻസി ഇല്ല, ഈ പറഞ്ഞതിനകത്ത് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഇതിന്റെ ടെൻഡർ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക, പുതിയ ടെൻഡർ വിളിക്കണം. ഞാൻ പറഞ്ഞു UAE മാത്രമല്ല, ഇത് മറ്റു പലയിടങ്ങളിലും. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഒരു ചാനലും ഇതെന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴെങ്കിലും പ്രവാസികൾ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മുടെ നാട്ടിൽ എപ്പോഴെങ്കിലും ഒരു ചർച്ച നടന്നതായിട്ട് അറിയോ? യുദ്ധം നടക്കുമ്പോൾ അവർ ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അത് വളരെ സെൻസേഷണൽ ഇഷ്യൂ ആണ്, കുറെ കൂടി ലൈവായി ആ സാധനം നിൽക്കുമെന്ന് അവർക്കറിയാം. പക്ഷെ ഇതുപോലെ ഇപ്പോ ബഹുഭൂരിപക്ഷം വരുന്ന പ്രവാസികളെ ബാധിക്കുന്നതല്ല എന്നാണ് നാട്ടിലെ ചാനലിന്റെ ഒക്കെ ഒരു തോന്നൽ. ഇത് ആയിക്കോട്ടെ 1-2 ആൾക്കാരാണെങ്കിൽ പോലും അവരനുഭവിക്കുന്ന ഒരു മെന്റൽ ട്രോമയുണ്ട്, അവരനുഭവിക്കുന്ന ഒരു സ്ട്രെസ് ഉണ്ട്. ഇപ്പൊ ഞാൻ എനിക്കിപ്പോ നേരിട്ട് അറിയുന്ന ഒരുപാട് പേരുണ്ട്, അത് വലിയ വലിയ കമ്പനികളുടെ തലപ്പത്തിരിക്കുന്നവർ. അപ്പൊ പല ആൾക്കാരും ചോദിക്കും, നിങ്ങൾക്ക് അറിയില്ലായിരുന്നു, നിങ്ങളുടെ പാസ്പോർട്ട് എക്സ്പയറി ആവുന്ന ഡേറ്റ് നിങ്ങൾക്ക് ഓർമ്മയില്ലായിരുന്നു എന്നൊക്കെ നമ്മളെ കുറ്റപ്പെടുത്താം. പക്ഷേ നമ്മളൊക്കെ മനുഷ്യരല്ലേ? എന്റെ പാസ്പോർട്ട് എന്നാണ് എക്സ്പയറി ആവുന്നത് എന്ന് ചിലപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യുന്നതിന് മുന്നേ ആയിരിക്കും ഞാൻ എടുത്തു നോക്കുമ്പോഴായിരിക്കും അറിയുക. ചില സമയത്ത് നമ്മളത് റിമൈൻഡർ പോലും വെക്കണമെന്നില്ല. ഇനി ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടിക്ക് പുതിയ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യണമെന്നുള്ളത് ഇത് നേരത്തെ അറിഞ്ഞുകൂടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടി ജനിച്ച് വരുന്നതിനെ കുറിച്ചൊക്കെ നേരത്തെ നമ്മൾ പാസ്പോർട്ട് എടുത്തു വെക്കണമെന്നൊക്കെ പറഞ്ഞതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇത് ഇന്ത്യയിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യില്ല, നമ്മൾ ഇവിടെ ഇരുന്ന് ബഹളം ഉണ്ടാക്കിയേ പറ്റൂ. ഇത് ബഹളം ഉണ്ടാക്കുക എന്നതിനപ്പുറത്തേക്ക് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാകണം. നേരത്തെ പറഞ്ഞതുപോലെ മാത്രമല്ല ഷാബു ഇതിനകത്ത് വളരെ വളരെ പ്രധാനപ്പെട്ട, നമ്മൾ എത്ര മൂടി വെച്ച് സംസാരിക്കാൻ ശ്രമിച്ചാലും ഇതിനകത്ത് അണ്ടർലൈങ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ടെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ ആ കോടതി കണ്ടെത്തിയിരിക്കുന്ന പോയിന്റ്സിൽ എന്തെങ്കിലും ഡിഫൻസ് ഉണ്ടെങ്കിൽ, ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിൽ, ഇതിലെ പ്രതികളായിരിക്കുന്നവർ ഇനിയും അതിൻ്റെ മുകളിലേക്ക് അപ്പീലുമായി പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല, അത് പൊയ്ക്കോട്ടെ. പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ വിശ്വാസ്യതയിൽ, പ്രവാസികളെ മുഴുവൻ വിശ്വാസ്യതയിൽ എടുക്കേണ്ട വലിയൊരു ഉത്തരവാദിത്വം ഇത്തരം പ്രോസസ്സിങ്ങിനില്ലേ? ഉറപ്പായിട്ടുമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇത്തരം പ്രോസസ്സിംഗ് നടക്കുമ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് എന്ന ഒരു ബോധ്യം ഇത് ചെയ്യുന്നവർക്കുണ്ടാകണം. പാസ്പോർട്ട് സേവനങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനി ഏൽപ്പിക്കലല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് സെക്യൂരിറ്റി ഇഷ്യൂ കൂടിയാണ്. അപ്പം ശ്രീ സുരേഷ് പറഞ്ഞതിനോട് ഞാൻ 100% നമ്മളൊക്കെ യോജിക്കുകയാണ്. കാരണം ഇത് ഏതെങ്കിലും ഒരു അസോസിയേഷനോ ഏതെങ്കിലും ഒരു കൂട്ടം ആൾക്കാർക്കോ ഇത് ഏൽപ്പിക്കാൻ പറ്റുന്നതല്ല. ഇത് കോൺസുലേറ്റും എംബസിയും അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. നമുക്ക് ആകെപ്പാടെ സഹായിക്കാൻ പറ്റുന്ന എന്തായിരിക്കും? ഇതിനൊരു റിസപ്ഷൻ, 1000 പേര് വന്നു കഴിഞ്ഞാൽ അവർ 1000 പേരെയും വിളിച്ചിരുത്തിയിട്ട് അവരുടെ ആപ്ലിക്കേഷൻ വാങ്ങി അത് ബന്ധപ്പെട്ട് നമുക്കൊന്നും ചെയ്യാം. കോൺസുലേറ്റിനോടും എംബസിയോടും അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളുടെ സ്റ്റാഫ് ഇപ്പൊ നമ്പർ ഓഫ് സ്റ്റാഫ് കുറവാണ് എന്നുള്ളത് ബന്ധപ്പെട്ട കേന്ദ്രത്തെ അറിയിക്കണം. ആ കേന്ദ്രത്തെ അറിയിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്,
ആയിരക്കണക്കിന് ആളുകൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് പരിഹാരം കാണേണ്ട ഒരു ഇഷ്യൂ ആണ്. ഞങ്ങൾക്ക് ഈ നമ്പർ ഓഫ് സ്റ്റാഫിന് വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ബദൽ സംവിധാനം വേണം. അതിന് ഇവിടെയുള്ള ഇന്ത്യൻ അസോസിയേഷനുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ അഫിലിയേറ്റഡ് ആയിട്ടുള്ള അസോസിയേഷനുകൾ സഹായിക്കാൻ തയ്യാറാണ്. എന്തിനാണ്? ഇപ്പോ ഒരു സെന്റർ ആണല്ലോ നമുക്ക് വേണ്ടത്. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഒരു സെന്റർ ആണ്, അബുദാബി എന്ന് പറയുന്നത് ഒരു സെന്റർ ആണ്, അലൈൻ അസോസിയേഷൻ ഒരു സെന്റർ ആണ്. അവിടെ ഇതിനു വേണ്ടിയിട്ടുള്ള, നേരത്തെ താങ്കൾ പറഞ്ഞ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കാം, അദാലത്ത് പോലുള്ള സംവിധാനം. അവിടെ നമുക്ക് അസോസിയേഷനുകൾക്ക് ഇത് വേറൊന്നും ഇത് പ്രോസസ് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് ആവർത്തിക്കാം, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ ഇത് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ ഇത് നിയമ പ്രശ്നങ്ങളിലേക്ക് ഇതിങ്ങനെ നീണ്ടു പോകാം, അല്ലെങ്കിൽ റീടെൻഡർ കോടതി പറഞ്ഞിരിക്കുന്നത് 1 മാസത്തിനുള്ളിൽ റീടെൻഡർ നടത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, 1 മാസത്തിനുള്ളിൽ റീടെൻഡർ നടത്താൻ വേണ്ടി ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നു. ആപ്ലിക്കേഷൻ ഇനി വീണ്ടും ഈ പുതിയ കമ്പനികൾ അവിടേക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നു, അത് പരിശോധിക്കുന്നു. വീണ്ടും എത്ര മാസം എടുക്കുമെന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ കിട്ടിയിരിക്കുന്ന കമ്പനിക്കല്ല ഇതിനുള്ള ചുമതല കൊടുക്കുകയാണെങ്കിൽ വീണ്ടും അവർ സെന്റർ തുടങ്ങണം. ഓരോ സ്ഥലത്തും സെന്റർ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽ ചെയ്യണവര്. ഇപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ അൽഹിന്ദ് എത്രയോ ഫെസിലിറ്റികൾ ഓൾറെഡി ഇവിടെ റെഡിയാണ്. അവർ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്തു, എല്ലാ സ്റ്റാഫിനെയും ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അവർക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ഇതിപ്പോ അവരുടെ കുറ്റമാണെന്ന് ആരും പറയുന്നില്ലല്ലോ. ടെൻഡർ നടപടിക്രമങ്ങളിൽ ആരൊക്കെയോ ഒരു പക്ഷെ കൈകടത്തിയിട്ടുണ്ടാകണം. നമ്മുടെ നാട്ടിൽ ഈ പാലത്തിന്റെ ഒക്കെ ടെൻഡർ കൊടുക്കുന്നത് പോലെ ചെയ്യാം എന്ന് കരുതി കഴിഞ്ഞാൽ ഇത് പാലം പോലെ അല്ല. പാലം ചെറുതാണെന്നല്ല ഞാൻ പറഞ്ഞത്. പാലത്തിന്റെ പണിയും പാലത്തിന്റെ ടെൻഡർ കൊടുക്കുക എളുപ്പ പണിയാണെന്നല്ല പറഞ്ഞു വരുന്നത്. ഞാൻ ഇന്ന് രാവിലെ എന്നോട് സംസാരിച്ചതുപോലെ ഇന്നലെ ഞാൻ ഈ വിഷയം ഒന്ന് സൂചിപ്പിച്ച് വിടാമെന്ന് മാത്രം കരുതിയതാണ്. പക്ഷേ പാസ്പോർട്ട് ഇല്ലാതെ ഒരു പ്രവാസിക്ക്, ഒരു എക്സ്പയർഡ് ആയിട്ടുള്ള പാസ്പോർട്ടുമായിട്ട് ഒരു പ്രവാസിക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. നമ്മുടെ നാടും നമ്മുടെ പേരൻസും നമ്മളുമായി ബന്ധപ്പെട്ടവരൊക്കെ തന്നെ നാട്ടിലാണ്. എന്തെങ്കിലും ഒരു അത്യാഹിതം വന്നാൽ യാത്ര ചെയ്യണമെങ്കിൽ വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട് ഉണ്ടാവണം. എനിക്ക് എംബസിയോടും കൗൺസിലേറ്റിനോടും പറയാനുള്ളത്, അത്യാഹിത സേവനം നിങ്ങൾ 24 hours തുടങ്ങുമോ? ഈ പ്രവാസി ഭാരതി PBSK ഒക്കെ ഉണ്ട്, പക്ഷേ അതിൽ 24 മണിക്കൂറും വാട്സപ്പ് അയക്കാം. പക്ഷെ ഇത്തരം സേവനങ്ങൾ നിങ്ങൾ നൽകുമോ? ഇതിന് ഈ ഡിലേയെ എങ്ങനെയാണ് പരിഹരിക്കാൻ പോകുന്നത്? ശ്രീ ശ്യാം വിശ്വനാഥ്, അക്കാഫിന്റെ വൈസ് പ്രസിഡന്റ് ആണെങ്കിൽ അനേകം കോളേജുകളുള്ള സംഘടനയാണ്. ഇത്തരം പ്രതിസന്ധി ഘട്ടത്തിൽ കൗൺസിലേറ്റിനെ എംബസിയൊക്കെ സഹായിക്കാൻ തയ്യാറാണോ? ശ്യാം സാറിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു താങ്കൾ പറഞ്ഞ അത്യാഹിതം എന്ന് പറയുന്ന വാക്ക് കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന വാക്കാണ്. നമ്മൾ ഉറപ്പായിട്ടും ആ വാക്കിനെ തന്നെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. കാരണം ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എനിക്കോ നമ്മുടെ കൂട്ടത്തിൽ ആർക്കും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ വേർപാട് സംഭവിച്ചു കഴിഞ്ഞാൽ എന്റെ പാസ്പോർട്ട് എക്സ്പയറി ആണ്, ഞാൻ അതിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് എത്രയും വേഗം എനിക്ക് എന്റെ ഉറ്റവരെ കാണണം, എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കാണണം. അതിന് മറ്റൊരു മാർഗവും ഇല്ല. ഇത് നമ്മൾ പറയുമ്പോൾ 1-2 പേരുടെ ഇഷ്യൂ ആണോ വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ, ഏതൊരു മനുഷ്യന്റെയും, ഒരാളാണെങ്കിലും അയാളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വിഷയത്തെ പരിഹരിച്ചിട്ട് മതി ബാക്കിയുള്ളതിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഞാൻ ഒരാളുടെ അല്ല ഷാബു, 2000 പാസ്പോർട്ടുകൾ ഒരു ദിവസം പറഞ്ഞതാ. മനസ്സിലായി. കേൾക്കുന്നവരെ സംബന്ധിച്ചവർക്ക് അതെ അതെ. ശ്യാം, സോറി ശ്യാം സാർ, സോറി പറഞ്ഞോളൂ. അക്കാഫിന് ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? അതെ, അക്കാഫ് എക്കാലത്തും പ്രവാസികളുടെ ആവശ്യങ്ങൾക്ക് ഒപ്പം നിന്നിട്ടുള്ള ഒരു സംഘടനയാണ്. നിലവിൽ പ്രവാസികൾ നേരിടുന്ന പാസ്പോർട്ട് പുതുക്കൽ പ്രതിസന്ധികൾക്ക് ഒരു ഇഷ്യൂ തന്നെ വരാൻ കാരണം ഈ ടെൻഡർ പോലുള്ള പ്രശ്നങ്ങളാണല്ലോ. അതിൽ ഇന്ന് ഞങ്ങൾ കൗൺസിലേറ്റായിട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ വെച്ചിട്ടൊരു ഒരു സജഷൻ, നേരത്തെ ഷാബ് സൂചിപ്പിച്ച പോലെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ ഇങ്ങനെയുള്ള പ്രോസസ്സിങ്, അതായത് പേപ്പേഴ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള സഹായങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അക്കാഫ് ഓഫീസ് ആഴ്ചയിൽ 3-4 ദിവസം നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ അതിനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും നമുക്ക് തരാൻ പറ്റുവാണെങ്കിൽ അത് ബാക്കിയുള്ളവർക്ക് ഒരു സഹായം എന്നുള്ള രീതിയിൽ അക്കാഫ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട്. അപ്പൊ അതിന് നോക്കാം എന്ന് പറയുന്നു. എന്തായാലും എനിക്ക് സമയത്തിന്റെ പരിമിതിയുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. പറഞ്ഞു സുരേഷ്. അതായത് അൽഹിന്ദ് എന്ന ട്രാവൽ ഏജൻസി 300 പേരും സ്റ്റാഫ് റൂട്ട് ചെയ്തിട്ട് പാസ്പോർട്ട് ആപ്ലിക്കേഷൻ അവരുടെ സോഫ്റ്റ്വെയറുമായിട്ട് ട്രെയിൻ ചെയ്തിട്ട് ആളെ റെഡിയായി ഇരിക്കുന്നുണ്ട് ഓൾറെഡി UAE. കൗൺസിലേറ്റ് ചെയ്യേണ്ടത് ഈ ട്രെയിൻ ആയിട്ടുള്ള ആൾക്കാരെ, അതായത് വർക്ക് ഫോഴ്സ് കുറവാണെങ്കിൽ ഇവരെ ബന്ധപ്പെടുകയും അല്ലെങ്കിൽ BLSന്റെ എക്സ്പീരിയൻസ് സ്റ്റാഫുമായി ബന്ധപ്പെട്ട് ഇമ്മീഡിയറ്റ് ഇന്ത്യൻ അസോസിയേഷൻ പോലെയുള്ള മറ്റുള്ള അസോസിയേഷനിൽ കൗൺസിലേറ്റിന്റെ കൺട്രോളിൽ
എത്രയും വേഗം ഒരു അദാലത്ത് നടത്തിയാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവൂ. അല്ലാതെ കാരണം ഒരു ദിവസം 2000 അപ്ലിക്കേഷൻ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് 40,000 50,000 പാസ്പോർട്ട് ഇപ്പൊ കെട്ടി കിടക്കുന്നുണ്ട്. അതിന് പുറമെ ഇപ്പൊ വെക്കേഷൻ സമയത്ത് പാസ്പോർട്ടും കൊണ്ടിപ്പോ വിസയ്ക്ക് അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് മിനിമം ഒരു പാസ്പോർട്ട് 6 മാസം കാലാവധി വേണം, അല്ലെങ്കിൽ 3 മാസം കാലാവധി ഇല്ലാതെ വിസ അപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ സമ്മറിൽ ഇപ്പൊ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ ഹോളിഡേയ്സ് ഫാമിലി ട്രാവൽ ചെയ്യുന്ന സമയമാണ്. അതൊന്നും അപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം അൽഹിന്ദ് എന്ന കമ്പനി റിക്രൂട്ട് ചെയ്ത സ്റ്റാഫുമായിട്ടുള്ള കോർഡിനേഷനും അല്ലെങ്കിൽ പഴയ BLS എന്നുള്ള സ്റ്റാഫിന്റെ കോർഡിനേഷനിലും കൗൺസിലേറ്റ് ചെയ്യേണ്ടത് ഈ സോഷ്യൽ സെന്റർ വഴിക്കും ഇന്ത്യൻ അസോസിയേഷൻ വഴിക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് അദാലത്ത് നടത്തിയിട്ട് ഇതിനൊരു പ്രശ്ന പരിഹാരം, അല്ലാതെ ഇത് പുതിയ എന്തായാലും കൗൺസിലേറ്റും എംബസിയും അത് കേൾക്കുമെന്ന് എനിക്കറിയാം. എന്തായാലും പ്രവാസികളുടെ പ്രശ്നത്തിന് പരിഹാരം കാട്ടി. ഞാൻ വേറൊരു വിഷയത്തിലേക്ക് വരാം. 2016 അന്ന് അംബാസഡർ ആയിരുന്ന TP സീതാറാമനെ ഞാൻ ഒന്ന് ഇന്റർവ്യൂ ചെയ്തിരുന്നു. അതൊരു പാസ്പോർട്ടിന്റെ റെസിറ്റുമായി ബന്ധപ്പെട്ട, അതിലെ ചാർജുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ വീഡിയോ ഒരു 2 മിനിറ്റ് ഉണ്ടോ, ഒന്ന് കണ്ടിട്ട് വരാം. BLS എന്ന് പറയുന്ന നമുക്ക് നമ്മുടെ സേവന ദാതാവുണ്ട്, നമ്മുടെ പാസ്പോർട്ട് സർവീസുകൾ നടത്തുന്ന ഓഫീസുണ്ട്. അവിടെ ഞാൻ ഈയിടയിൽ ഒരു പാസ്പോർട്ട് കൊടുത്തിരുന്നു. ആ പാസ്പോർട്ടിൻ്റെ ബില്ല് റെസിറ്റ് നോക്കിയപ്പോൾ കൊറിയർ ഫീസ് 30 രൂപ ദർഹം, SMS ഫീസ് 7 ദർഹം, ഒരു ഫോട്ടോ എടുത്താൽ 30 ദർഹം, ഒരു ഫോട്ടോ കോപ്പി എടുത്താൽ 5 ദർഹം. അങ്ങനെ നമുക്കൊക്കെ അറിയാം, ഒരു കൊറിയർ കമ്പനിയുമായി 1500-ലേറെ കൊറിയർ ഒരു ദിവസം പോകുന്ന ഇതാണ് നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള സെൻറ്റേഴ്സിൽ നിന്ന്. 10-100 കൊറിയറിൽ കൂടുതൽ ഒരു ദിവസം ഉണ്ടെങ്കിൽ ഈ 10 ദർഹമാണ് സാധാരണ അവരുടെ ചാർജ്. ഈ 10 ദർഹം പോലും ഡിസ്കൗണ്ട് കിട്ടാൻ കഴിയുന്നതാണ് ഇത്രയും വലിയ നമ്പറുകളുള്ളപ്പോൾ. അത് ഡിസ്കൗണ്ട് കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല 30 ദർഹം ഒരു പാസ്പോർട്ടിൽ നിന്ന് വാങ്ങിക്കുന്നു. ഒരു SMS-ന് ഒരു വർഷത്തിൽ ഒരു സർവീസ് പ്രൊവൈഡറുമായി ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയാൽ ഞങ്ങൾ മനസ്സിലാക്കിയത് 20 ഫിൽസ് കൊടുത്താൽ മതി എന്നാൽ, അല്ലെങ്കിൽ 25 ഫിൽസ്. ഇതിനാണ് 7 ദർഹം വാങ്ങിക്കുന്നത് സർ. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു, ഒരു ഫോട്ടോ കോപ്പി എടുക്കണമെങ്കിൽ 5 ദർഹമാണ്. ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ, സാധാരണ പുറത്ത് ഫോട്ടോ എടുക്കണമെങ്കിൽ, സ്റ്റുഡിയോയിൽ ഫോട്ടോ എടുക്കണമെങ്കിൽ 15 ദർഹമേ ഉള്ളൂ. ഈ 15 ദർഹത്തിൽ തന്നെ നമുക്കറിയാം അവർക്ക് അതിൻ്റെ ഒരു പ്രോഫിറ്റ് എലമെൻ്റ് ഉണ്ട്. ഓവർ ആൻഡ് അബവ് BLS is charging 30 ദർഹം. അപ്പോൾ ഒരു ദിവസം 1500 പേരാണ് BLS സർവീസിന് ചെല്ലുന്നുവെങ്കിൽ ഞാൻ ഈ പറഞ്ഞ യഥാർത്ഥ ചാർജും ഈ കൂടുതലായി ചാർജ് ചെയ്യപ്പെടുന്ന ചാർജും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കണക്കൂട്ടി നോക്കുമ്പോൾ ഒരു ദിവസം ഏതാണ്ട് 60,000-ൽ പരം ദർഹമാണ് ആ ഒരു ഏരിയയിൽ തന്നെ BLS എന്ന് പറയുന്ന അവരുണ്ടാക്കുന്നത്. ഒരു മാസം ഏതാണ്ട് 1.3 മില്യൺ ദർഹംസ്, അതായത് 2 കോടിയിൽ കൂടുതൽ, അതായത് 12 മാസത്തിൽ 24 കോടി രൂപയിൽ കൂടുതൽ ഈ സാധാരണ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഈ BLS സേവനം എന്നുള്ള നിലയിൽ കൂടുതലായി ഉണ്ടാക്കുന്നു. BLS എന്നുള്ളത് ജനങ്ങൾ റീഡിഫൈൻ ചെയ്യാൻ സാധ്യതയുണ്ട് ഭാരത് സർവീസസ് എന്ന്. അതൊന്ന് നമുക്കൊന്ന് നോക്കേണ്ടത്. ഒന്നാമത് ഈ പറഞ്ഞ സർവീസസ് എല്ലാം ഓപ്ഷണൽ സർവീസാണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്നൊരു നിർബന്ധമില്ല. വെളിയിൽ പോയി ഫോട്ടോ എടുക്കാം. ഫോട്ടോ കോപ്പിയും വെളിയിൽ പോയി എടുക്കാം. കൂറിയർ സർവീസ് അവൈൽ ചെയ്യണമെന്നില്ല. SMS സർവീസ് വേണോ വേണ്ടയോ എന്നുള്ളത് ഓപ്ഷണലാണ്. സോ ഈ പറയുന്ന ചാർജസ് ഒക്കെ ഈ കമ്പനി ചാർജ് ചെയ്യുന്നത് ഓപ്ഷണൽ അഡീഷണൽ സർവീസ് എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇത് കമ്പൽസറി ആയിട്ട് ചാർജ് ചെയ്യുന്നുള്ളതാണ്. ഇല്ല, ഒരു കമ്പൽസറി അല്ല. ഒരു ഫോട്ടോ വേണം എന്നുള്ളത് ആവശ്യമാണ്. ആ ഫോട്ടോ BLS-ൽ നിന്ന് എടുക്കണമെന്ന് ഒരു അതുപോലെ ഇല്ല. SMS-ഉം കൂറിയർ SMS സർവീസ് ഓപ്ഷണലാണ്. ഇത് കഴിയുമ്പോൾ നിങ്ങളെ അറിയിക്കുന്ന ഒരു ഓപ്ഷനായിട്ടാണ് ഒരു അഡീഷണൽ സർവീസ് ആയിട്ടാണ് അത് ചെയ്യുന്നത്. അതുപോലെ കൊറിയർ അയക്കണമെന്നില്ല, യു ക്യാൻ കം ആൻഡ് കളക്ട് ഇറ്റ് പേഴ്സണലി. സോ ഇതെല്ലാം ഓപ്ഷൻ. വാട്ട് ഹാപ്പൻസ് ഇസ്, ഇത് BLS മാത്രമല്ല, നാളെ കമ്പനി മാറിയെന്ന് വെക്കട്ടെ, വേറെ ഒരു കമ്പനി വരുന്നു, അവർ ചെയ്യേണ്ട കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട സർവീസിന് ഒരു ഫീ നിശ്ചയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് അവർക്ക് ഈ ടെൻഡർ കിട്ടുന്നത്. അത് ലോവസ്റ്റ് കൊട്ടേഷൻ ആകുന്നതുകൊണ്ട് അതെപ്പോഴും കുറച്ച് വെച്ചാലേ അവർക്ക് ഈ ബിസിനസ് കിട്ടുകയുള്ളൂ. പക്ഷേ ആ ബിസിനസ് കിട്ടുമ്പോൾ ഇതെല്ലാം ഓപ്ഷണൽ അഡീഷണൽ സർവീസസ് ആയിട്ട് ഓഫർ ചെയ്തിട്ട് അതിനുള്ള സർവീസ് ഫീസ് കൂട്ടുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രേക്ഷകരോട് പറയാൻ പറ്റും, ഇതുപോലെ പാസ്പോർട്ട് സർവീസുമായി ബന്ധപ്പെട്ട് SMS-ഓ കൊറിയറോ
നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഓപ്റ്റ് ചെയ്താൽ മതി. പോയി കളക്ട് ചെയ്യാൻ കഴിയുന്നവർക്ക് കൊറിയറിൻ്റെ 30 ദിർഹം കൊടുക്കേണ്ട കാര്യമില്ല, SMS-ൻ്റെ 7 ദിർഹവും കൊടുക്കേണ്ട കാര്യമില്ല. ഫോട്ടോയും പുറത്തുനിന്ന് എടുത്തു പോവുകയാണെങ്കിൽ 30 ദിർഹം കൊടുക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾക്ക് പുറത്തുനിന്ന് കിട്ടുന്ന അതേ ചാർജ് തന്നെ കൊടുത്താൽ മതി. ദാറ്റ്സ് ട്രൂ. സോ ഇത് പലപ്പോഴും അവർ മറച്ചു വെച്ചുകൊണ്ടായിരിക്കാം, ഓപ്ഷനിലാണെന്ന് അറിയിക്കാതെ ആയിരിക്കാം ഇങ്ങനെ സർവീസ് ചെയ്യുന്നത്. അത് വി വിൽ ലുക്ക് ഇൻ ടു ഇറ്റ്. ആൻഡ് പുതിയ കോൺട്രാക്റ്റിൻ്റെ നെഗോഷിയേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ കാര്യത്തിൽ 2016 ശ്രീ TP സീതാറാം പറഞ്ഞത്. കാര്യം ഒരു പക്ഷെങ്കിൽ ഈ റീടെൻഡർ വന്നപ്പോൾ അൽഹിന്ദിൻ്റെ എത്ര ചാർജ് ഒന്നും നമുക്ക് വ്യക്തമായിട്ടില്ല. ഈ പറയുന്ന കാര്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം. അംബാസിഡർ പറഞ്ഞതുപോലെ ഇതൊക്കെ ഓപ്ഷണൽ സർവീസസാണ്, വേണമെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതി. ഈ പ്രവാസികളെ ഏതെങ്കിലും തരത്തിലൊക്കെ കൊള്ളലാഭം ഉണ്ടാക്കാനുള്ള ശ്രമമായി സർവീസ് പ്രൊവൈഡേഴ്സ് വരികയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ചോദിക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. രണ്ടാമത്, ഈ ടെൻഡർ ഈ സർവീസ് ചാർജസ് കൂടുതൽ എടുക്കുന്നതിൽ മാത്രമല്ല പാസ്പോർട്ടിൻ്റെ മറ്റുള്ള സേവനങ്ങളുടെ എല്ലാം ചാർജസ് കൂട്ടുകയും ചെയ്തു. ഷാബു എന്ത് പറയുന്നു ഇതിനെപ്പറ്റി? ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്, 2 മിനിറ്റ് കൊണ്ട് എല്ലാവരിലേക്കും പോയി വരാം. അല്ല, ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ ഇപ്പം താങ്കൾ സൂചിപ്പിച്ച കാര്യങ്ങളിൽ ഇപ്പൊ തന്നെ നാട്ടിലെയും ഇവിടുത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് കൂടിയിട്ടുണ്ട്. ഒരു പാസ്പോർട്ടിന്റെ അപേക്ഷയ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കേണ്ട തുക വളരെ കൂടുതലാണ്. ഇപ്പൊ നേരത്തെ അംബാസഡർ പറഞ്ഞതുപോലെ ബാക്കി ടെൻഡർ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള കോട്ട് ചെയ്തിട്ടുള്ള കമ്പനിക്കാണ് കൊടുക്കുക എന്ന് പറയുമ്പോൾ വേറെ കുറെ ചാർജസ് ഉണ്ട്. ആ ചാർജസിന്റെ ഭാഗമായിട്ടാണ് ഇപ്രാവശ്യം പുതിയ പാസ്പോർട്ടിന് ഇത്ര പേജുള്ള പാസ്പോർട്ടിനൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് വളരെ കൂടുതലാണ്. അപ്പൊ ഇത് കമ്പാരിസൺ നോക്കുമ്പോൾ ഇന്ത്യയിലേക്കും ഇവിടേക്കും അപ്പൊ പല ആൾക്കാരും ഓൾറെഡി തന്നെ വിചാരിച്ചു കഴിഞ്ഞു ഇന്ത്യയിൽ പോയി എടുക്കുന്നതാണ് ലാഭം എന്ന് ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞതാണ്. അങ്ങനെ തന്നെയാണ് എല്ലായ്പ്പോഴും സംഭവിക്കുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ പാസ്പോർട്ട് എടുക്കുന്നത് നമുക്കൊരു കാര്യം എന്തായാലും ഇവരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇത്രയും ആർക്കൈവ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ ധാരാളമുണ്ട്. ഞാനും ഷാബുവും ഉൾപ്പെടുന്ന മീഡിയയും അതോടൊപ്പം തന്നെ അനീഷും ശ്യാമും സുരേഷും ഒക്കെ ഉൾപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകരും സംഘടനാ പ്രവർത്തകരും ഒക്കെ കണ്ണിൻ്റെ വെട്ടത്തിൻ്റെ പരിധിക്കകത്ത് തന്നെയാണ് നിങ്ങളെല്ലാവരും. സുരേഷ് എന്ത് പറയുന്നു? പെട്ടെന്നൊന്ന് അവസാനിപ്പിക്കാം നമുക്ക്. സർ, ഈ പാസ്പോർട്ടിന്റെ ഏറ്റവും കുറഞ്ഞ സർവീസ് ചാർജ് അൽഹിന്ദ് വാങ്ങിച്ചത് കൊണ്ടാണ് അവർക്ക് കോൺട്രാക്ട് കിട്ടിയത്. BLS എന്ന സ്ഥാപനം അനധികൃതമായി എന്നല്ല, പർപ്പസ്ഫുള്ളി അവർ ഈ പറഞ്ഞ അംബാസഡർ പറഞ്ഞതുപോലെ ചാർജ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ റെസീപ്റ്റ്സ് സാർ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. അതായത് 285 ദിറംസ് പാസ്പോർട്ട് വാങ്ങുന്നതിൽ 30 ദിറംസ് ഡെലിവറി ചാർജ്, 9 ദിറംസ് ICS ചാർജ് എന്ന് പറഞ്ഞിട്ട് ചാർജ് വാങ്ങിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ചാർജ് 8 ദിറംസ് വാങ്ങിച്ചിട്ടുണ്ട്. BLSന്റെ ചാർജ് 9 ദിറംസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അത് വേറെ ഡിസ്കഷനാണ്. അത് കൗൺസിലേറ്റിന്റെയിലാണ്. എങ്കിലും അവർ കൂടുതൽ സർവീസ് ചാർജ് വാങ്ങിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഇഷ്യൂ വന്നതും കൊടുത്തതും. ഇപ്പൊ നമ്മൾക്ക് ആവശ്യം ഉടനെ നമ്മൾക്ക് BLSന്റെ സ്റ്റാഫിനെയോ മറ്റേ അൽഹിന്ദിന്റെ സ്റ്റാഫിനെയോ വെച്ചിട്ട് അദാലത്ത് നടത്തിയിട്ട് ഈ പ്രശ്നം പരിഹരിക്കുന്ന സൊല്യൂഷൻ. ഈ ചാർജസിന്റെ കാര്യത്തിലൊക്കെ നമ്മളൊരു ശ്രദ്ധ നമ്മൾ നിരന്തരം അംബാസിഡറോടും കൗൺസിലേറ്റിനോടും ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ മുന്നേ കണ്ട വീഡിയോയിലും നമ്മളൊക്കെ കണ്ടതും അറിഞ്ഞതുമാണ് ഈ ഓപ്ഷണൽ സർവീസ് എന്ന് പറയുന്നത്. ഫോട്ടോ എടുത്തുകൊണ്ട് നമുക്ക് പോകാമെന്ന് പറയുന്നു. ഫോട്ടോ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഈ ഫോട്ടോ അക്സെപ്റ്റബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് 4 വട്ടം പോകുന്നതിനേക്കാളും ലാഭം അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് കാര്യങ്ങൾ തീർക്കുന്നത് തന്നെയാണ്. അതേപോലെ ഫോം ഫില്ല് ചെയ്യുന്നതിന് അവര് 100 ദിറം വാങ്ങിക്കുന്നുണ്ടായിരുന്നു. നമ്മളെ ഫില്ല് ചെയ്തുകൊണ്ട് പോകുന്ന ഫോമിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പറഞ്ഞ് അവര് രണ്ടാമത് ഫില്ല് ചെയ്ത് കാശ് വാങ്ങിക്കുന്നത് തന്നെയായിരുന്നു. അപ്പൊ കോടതി വിധിയിൽ ഏറ്റവും അവസാനത്തെ വരി പറഞ്ഞിരിക്കുന്നത് റീടെൻഡറിന് 1 മാസം സമയം അനുവദിക്കുന്നതോടൊപ്പം തന്നെ നിലവിലുള്ള സ്ഥിതി, അതായത് ഇപ്പം ആരാണോ സർവീസ് പ്രൊവൈഡർ അവർക്കത് തുടരാമെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയുണ്ട്. എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് മീഡിയ മാത്രമേ അത് ഹൈലൈറ്റ് ചെയ്തുള്ളൂ. മീഡിയ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ആരാണോ സർവീസ് പ്രൊവൈഡർ അവരത് ചെയ്യണം. റീടെൻഡർ നടപടികൾ തുടരുന്നത് വരെ, അല്ലെങ്കിൽ അതിനൊരു അനുമതി കൊടുക്കുന്നത് വരെ തുടരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനെയും ഒന്ന് ഈ ആരാണോ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ BLS ആണെങ്കിൽ BLSന്റെ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ കൊണ്ട് ഇപ്പൊ നിലവിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന വിധത്തിൽ നമ്മൾ ഇടപെട്ടേ പറ്റൂ. അത് ഇത് ഡിസ്കസ് ചെയ്യാതെ ആരും ഇത് തരില്ല. ഇത് എത്ര ഒരു സപ്പോർട്ടും കിട്ടില്ല നമുക്ക്.
എന്തായാലും കാരണം ഒരു മിനിറ്റ്, കൗൺസിലേറ്റിന് സ്റ്റാഫ് ഇല്ലെങ്കിൽ ഓൾറെഡി അൽഹിന്ദ് എടുത്തു വെച്ച 300 സ്റ്റാഫ് ഉണ്ട്. അവർക്ക് വർക്ക് ഫോഴ്സ് കൊടുക്കാനെല്ലാം വളരെ ഈസിയാണ്. പക്ഷെ സംഭവം പെട്ടെന്ന് നടക്കാനുള്ള തീരുമാനം കൗൺസിൽ എടുത്തേ പറ്റൂ. ഹിന്ദ് എന്നുള്ള ഒരു ഹെഡിങ്ങിൽ അവർക്ക് പോകാൻ കഴിയില്ല. പുറത്തുനിന്ന് റിക്രൂട്ട് ചെയ്യുന്ന നിലയിൽ സെക്കൻഡ് മെന്റ് അല്ലെങ്കിൽ സബ് കോൺട്രാക്ട് എന്നുള്ള നിലയിൽ വേണമെങ്കിൽ പോകാൻ പറ്റുമായിരിക്കും. കാരണം അൽഹിന്ദിന്റെ പേര് തന്നെ ടെൻഡർ ചെയ്യുന്ന കോടതി പറ്റില്ല. പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ആ എംപ്ലോയീസിനെ വേറെ ഏതെങ്കിലും തരത്തിൽ എടുക്കാമെന്നുള്ളതല്ല, അൽഹിന്ദിന്റെ എംപ്ലോയീസ് എന്നുള്ള നിലയിൽ അവർക്ക് അവിടെ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ വിസയുടെ പ്രശ്നവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ശ്യാം, എന്തെങ്കിലും അവസാനമായി പറയാനുണ്ടോ ഇക്കാര്യത്തിൽ? ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഞങ്ങളുടെ സംഘടന കൗൺസിലറായിട്ട് സംസാരിച്ചു. ഞങ്ങളുടെ ഒരു ഓഫർ പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഇദ്ദേഹം സൂചിപ്പിച്ച പോലെ BLS കണ്ടിന്യൂ ആയിട്ടെന്നാണ് അവിടുന്ന് കിട്ടിയ മറുപടി. എന്തായാലും ഈ ചർച്ച വളരെ ഫലവത്താവും, ശ്രദ്ധിക്കേണ്ടവർ ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. എന്തായാലും എംബസിയും കൗൺസിലേറ്റും മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സും ഈ പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായി, പാസ്പോർട്ട് ഇഷ്യൂവൻസിൻ്റെ കാലവിളംബം അവസാനിപ്പിക്കുവാനായി ലീഗലായാലും മറ്റേത് തരത്തിലായാലും പരിഹാരം പെട്ടെന്ന് കാണണം. ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്വീകരിക്കണം. ഇവിടുത്തെ സംഘടനകളുടെയും മീഡിയകളുടെയും പൊതുപ്രവർത്തകരുടെയൊക്കെ സഹായത്താൽ ഈ പാസ്പോർട്ട് ഇഷ്യൂവൻസ് എന്നുള്ള പ്രശ്നം ഡിലേ ഒഴിവാക്കണം. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ശുഭരാത്രി. NTV UAE to the world.